സംസ്ഥാനത്ത് മുട്ട വില കുത്തനെ കുതിച്ചു വരികയാണ്. നേരത്തെ 5.5 രൂപയുണ്ടായിരുന്ന മുട്ടയുടെ വില ഏകദേശം 7 രൂപയോളം എത്തിയിട്ടുണ്ട്. ഇതിപ്പം എത്ര ദിവസമായിട്ട് ഇങ്ങനെ ഉയരുന്നുണ്ട്? 10 ദിവസമായി. 10 ദിവസമായി. എത്രയായിരുന്നു മുമ്പുണ്ടായിരുന്ന വില? 5.5, 6, 6.5 പല റേറ്റുണ്ടായിരുന്നു. എന്തായിരിക്കും ഇങ്ങനെ വില കുതിച്ചു വരാൻ കാരണം? അവർക്ക് അങ്ങോട്ടൊക്കെ കയറ്റുമതി ഉണ്ടാവും, ചിലപ്പോൾ എക്സ്പോർട്ട് പോകുന്നുണ്ടാവും, അതായിരിക്കും. എവിടെ നിന്നൊക്കെയാണ് ഇപ്പം സംസ്ഥാനത്തേക്ക് മുട്ട വരുന്നത്? നമുക്ക് കോയമ്പത്തൂരിനാണ് വരുന്നത്. അല്ലാതെ ഇവിടെ നിന്നൊക്കെയാണ് പൊതുവേ? നാമക്കലിൽ ജാസ്തി വരുന്നുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ വരുന്നില്ല, വേറെ ഭാഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ കോഴിമുട്ടയുടെ വില കൂടിയതിന് ശേഷം ആളുകളുടെ വരവ് കുറഞ്ഞിട്ടുണ്ടോ? കച്ചവടം ഏകദേശം കുറവാണ്. ഈ കോഴിമുട്ടയുടെ തന്നെ പലതരത്തിലുണ്ടല്ലോ. നാടൻ മുട്ടയുണ്ട്. നാടൻ മുട്ടയ്ക്ക് എത്ര വില? 10 രൂപ. മുൻപ് എത്രയായിരുന്നു? അത് 10 രൂപ, കുറേ കാലേ 10 രൂപ. അതുകൂടാതെ ഗിരിരാജയുടെ മുട്ടയുണ്ട്, അതും 10 രൂപ. പിന്നെ താറാവ് മുട്ട. അത് 13 രൂപ. താറാവ് മുട്ടയ്ക്ക് വില കയറിയിട്ടുണ്ടോ? ഇല്ല, കുറേ ദിവസം ലെവലിൽ നിൽക്കുക, ഒരേ ലെവലിൽ നിൽക്കുകയാണ്. ഇപ്പം പൊതുവേ മണ്ഡല സീസൺ കൂടെയാണ്. പൊതുവേ ശരിക്കും വില കുറയുക എന്നുള്ളതല്ല ആളുകൾ പ്രതീക്ഷിക്കുക. അതെ, അങ്ങനെ ആരും പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ പ്രാവശ്യം നല്ല കുത്തനെയാണ്. നിങ്ങൾ ചോദിക്കുന്നുണ്ടോ നിങ്ങളുടെ മൊത്ത വിപണക്കാരോട്? വേറെ ഓരോ എക്സ്പോർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാർ എക്സ്പോർട്ട് ഉണ്ട്, അതുകൊണ്ടാണ്. ഈ ഉൽപ്പാദനം കുറയുന്നതും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു കാരണമായിരിക്കാം അല്ലേ? ഉൽപ്പാദനം കുറയുന്ന കാര്യം ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. അവരൊന്നും ശരിക്കും ഉണ്ടാകും, പക്ഷേ കയറ്റുമതി ആയിരിക്കും കാരണം. കയറ്റുമതി കൂടുമ്പോൾ നമ്മളെ ബാധിക്കും. അതെ അതെ. വരും ദിവസങ്ങളിൽ കുറയാൻ സാധ്യത ഉണ്ടോ? ഞാൻ ഡിസംബർ കഴിയേണ്ടിയിരുന്നാണ് തോന്നുന്നു. ക്രിസ്മസ് സീസൺ കഴിഞ്ഞാലേ കുറയുണ്ടാവുള്ളൂ. ഡിസംബർ വരെ മുട്ടയുടെ വില ഇങ്ങനെ കുതിച്ചു വരും എന്നുള്ളത് തന്നെയാണ് മൊത്ത വ്യാപാരികൾ നൽകുന്ന സൂചന.